നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീനാണ് കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് വാങ്ങേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ കിറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു 1000 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈസി ആവാനും പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബേസിക് ആയിട്ടും ഒരു സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ്സിനെല്ലാം തന്നെ ഇപ്പോൾ ആമസോണിൽ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ്സോ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആമസോണിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് വിത്ത് ഡിസ്കൗണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബേസിക് സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. ഇതിൽ ഒരു പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്താൽ അത് ഡേ ടൈം സ്കിൻ കെയർ ആവും, ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൈറ്റ് ടൈം സ്കിൻ കെയർ ആവും. അപ്പോൾ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് നമ്മളെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഒരു മേജർ സ്റ്റെപ്പാണ്. അപ്പോൾ ഏതെങ്കിലും റാൻഡം ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങളെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു മേജർ ആൻഡ് ക്രൂഷ്യൽ സ്റ്റെപ്പാണ് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഡെയിലി 2 തവണയെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോർമൽ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് സിമ്പിൾ ബ്രാൻഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് കേട്ടോ. ഇത് മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് ആണെങ്കിലും ഭയങ്കര അധികമായിട്ട് നമ്മുടെ സ്കിൻ അങ്ങനെ ഓയിലി ആക്കി മാറ്റാം അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്കിന്ന് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം സാധാരണ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കിന്ന് കുറച്ച് ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും, വലിച്ചിലുള്ള പോലെ ഫീൽ ചെയ്യും. അതില്ലാതെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമുള്ള ഒരു ഫീലാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓയിൽ റിപ്പ് ഓഫ് ചെയ്യാണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ വാഷ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പം നോർമൽ ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കിന്ന് ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സിമ്പിളിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ഫേസ് വാഷ്. ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഇത് ഓയിലി സ്കിന്നാണ്, കുറച്ച് അക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ഫേസ് വാഷ് ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. ഈ ഒരു ഫേസ് വാഷിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം എക്സസ് ആയിട്ടുള്ള ഓയിൽ, അതേപോലെ തന്നെ നമ്മൾ പോഴ്സ് എപ്പോഴും ക്ലോഗ് ആയിട്ട് നിൽക്കുന്നത് അത് അൺക്ലോഗ് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഈ ഒരു ഫേസ് വാഷ്, ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ച് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടേത് എക്സസ് ആയിട്ടുള്ള ഓയിലി സ്കിന്നാണ്, കുറച്ച് ആക്നെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റാണ് സജസ്റ്റ് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ തന്നെ കുട്ടി പാക്ക് സൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഓയിലി സ്കിന്നുകാർക്കും ആക്നി പ്രോൺ സ്കിന്നുള്ള ആളുകൾക്കും. ഞാൻ എൻ്റെ സിമ്പിൾ മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഇത് വല്ലാണ്ട് ഡ്രൈ അല്ല വല്ലാണ്ട് ഓയിലി അല്ല, ഒരു മിഡിലിൽ നിൽക്കുകയാണ്, ഒരു കോമ്പിനേഷൻ സ്കിൻ. കാരണം നമ്മൾ സമ്മറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ഇപ്പം സിമ്പിളാണ് നല്ലത്. ഇനി നന്നായിട്ട് സമ്മർ ടൈമിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത് എടുക്കും, കാരണം അപ്പം സ്കിന്ന് വല്ലാണ്ട് ഓയിലി ആവും. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്, ടോണർ യൂസ് ചെയ്യണോ, അത് മാൻഡേറ്ററി സ്റ്റെപ്പാണോ എന്നുള്ളതൊക്കെ. ടോണർ ഒരു മാൻഡേറ്ററി സ്റ്റെപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ തീർച്ചയായിട്ടും ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മളൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ടോണറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഒട്ടും എഫേർട്ട് ഇടാണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മളൊരു ടോണർ യൂസ് ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ ടോണർ നമ്മൾ പോഴ്സ് അൺക്ലോഗ് ചെയ്യാനും കൂടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ടോണർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭയങ്കര പോഷായിട്ടുള്ള ഒരു ടോണർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കൊരു ബേസിക് ടോണറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പ്ലമ്മിൻ്റെ ബൾഗേറിയൻ വാലി ഈ ഒരു പെർട്ടിക്കുലർ ടോണർ കേട്ടോ. ഇതെന്താ വെച്ചാൽ ഒരു ബേസിക് ഒരു റോസ് വാട്ടർ കൈൻഡ് ഓഫ് ഒരു ടോണറാണ്. പക്ഷെ ഇതിനകത്തുള്ളത് ഹൈലോണിക് ആസിഡിൻ്റെ
ബെനിഫിറ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് കൂടി നിർത്താൻ പറ്റും. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ടോണറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോണറാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലൊരു പ്രോഡക്റ്റും കൂടിയാണ്. നമ്മൾ ഒട്ടും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്പൺ ആൻഡ് ഇത്ര പരിപാടിയുള്ളൂ. എത്ര സെക്കൻഡ്സ് എടുത്തു നമ്മളെ സ്കിന്നിന് ഒരുപാട് നല്ല ഗുണങ്ങളും കിട്ടി വിത്തിൻ സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് വല്ലാണ്ട് എഫേർട്ട് എടുത്ത് കുറേ സമയം എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കുട്ടി കുട്ടി സ്റ്റെപ്പ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ടോണർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കിന്നിന് ഇപ്പോൾ തന്നെ ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലൂറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് നറിഷ് ആയിട്ടുണ്ട്, ആ ഒരു ഗ്ലോ സ്കിന്നിന് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സെക്കൻഡ്സ് വെക്കുക, ഒന്ന് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അപ് ടു യു ആണ്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക, ആഡ് ചെയ്യുക ചെയ്യാം. അണ്ടർ ഐ ക്രീമാണ്, ക്യൂർസ്കിന്നിൻ്റെ അണ്ടർ ഐ ജെൽ ആണ് ഈ ഒരു സംഭവം. ഫോക്കസ്. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഡാർക്ക് സർക്കിൾ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, പഫി ഐസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അണ്ടർ ഐ ക്രീം ഇടാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ഐ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി, സിറത്തിൻ്റെ കൺസിസ്റ്റൻസി, മോയ്സ്ചറൈസറിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതിന് മേലെ അണ്ടർ ഐ ക്രീം ഇടുകയാണെങ്കിൽ അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ ഐ ഏരിയയിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഡാർക്ക് സർക്കിൾ ഇല്ല വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ തന്നെ ആ ഒരു ഭാഗത്ത് ഇട്ടാലും മതിയാവും. പക്ഷേ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ടും സ്പെസിഫിക് ആയിട്ടൊരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാണ്. കാരണം എനിക്ക് ഈ ഒരു അണ്ടർ ഐ ക്രീം കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ അണ്ടർ ഐ ഏരിയയിലേക്ക് അബ്സോർബ് ആയി പോകണം എന്നുള്ളത് കൊണ്ട് ഇതാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എനിക്ക് എന്താ പറയുക റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീമാണ്. ഞാൻ ഒരുപാട് അണ്ടർ ഐ ക്രീംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പേ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടാവും. ഒരുപാട് ട്രൈ ചെയ്തതിൽ എനിക്ക് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു അണ്ടർ ഐ ക്രീമാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തതിന് ശേഷം ഈ നമ്മളെ റിംഗ് ഫിംഗറിലാക്കിയതിന് ശേഷം ഓക്കെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും 5 തവണ ഞാനൊന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഓടിക്കും. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾ അധികവും നമ്മളെ അണ്ടർ ഐ ഏരിയയിൽ ആവശ്യത്തിനുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഇല്ലാത്തത് കാരണമാണ് നമുക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രഷർ കൊടുത്ത്, വല്ലാണ്ട് പ്രഷറല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള പ്രഷർ കൊടുത്ത് നമ്മൾ കൈവിരലിങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡാർക്ക് സർക്കിൾ കുറച്ചൊന്ന് കുറയാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ റിംഗ് ഫിംഗർ തന്നെ യൂസ് ചെയ്യണം. കാരണം ഏറ്റവും ലീസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിംഗറാണ് റിംഗ് ഫിംഗർ. അതുകൊണ്ട് വേറെ ഫിംഗേഴ്സ് അല്ല, നമ്മൾ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് അബ്സോർബ് ചെയ്യേണ്ടത്. ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അണ്ടർ ഐ ജെല്ലാണ്. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഇത് കാണുന്ന പോലുമില്ല. ജസ്റ്റ് ആ ടോണറിൻ്റെ ആ ഒരു ഷൈൻ അല്ലാണ്ട് എൻ്റെ അണ്ടർ ഐ ഏരിയയിൽ ഇത് ഫുള്ളായിട്ടും അബ്സോർബ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണോ ആഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളെ ഡാർക്ക് സർക്കിളിൻ്റെ മേലെ അല്ലെങ്കിൽ നിങ്ങളെ കണ്ണിൻ്റെ അടിയിലുള്ള അവസ്ഥേൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി സ്റ്റെപ്പായിട്ട് കണക്കാക്കണ്ട. ഇനി നമ്മളുടെ അടുത്ത ഈ ഒരു സ്റ്റെപ്പില്ലേ, ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സ്റ്റെപ്പ് ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റെപ്പാണ്. ഒരു സിറം. ഏത് സിറാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനത്തെ സിറാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ സിറം എന്നുള്ള ടോപ്പിക്കിൻ്റെ മേലെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എന്ത് സിറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സിറമാണ് വിറ്റമിൻ സി സിറം. ഓക്കെ, വിറ്റമിൻ സി സിറത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറാനും, അതേപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും, ഒട്ടുമിക്ക രീതിയിലുള്ള ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് തരാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിറമാണ് വിറ്റമിൻ സി സിറം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഏത് സിറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു വിറ്റമിൻ സി സിറം യൂസ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള സിറത്തിൽ ഒരുപാട് സിറം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് പിൽഗ്രിമിൻ്റെ വിറ്റമിൻ സി സിറം കേട്ടോ. എങ്ങനെയാണ് വരുന്നത്, ഞാൻ ഇതിന് മുമ്പേയും ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇൻ കേസ് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ കൂടുതലായിട്ട് റിവ്യൂ ഒന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോനകത്ത്. ഓക്കെ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാം. ഒരു ചോയ്സ് ആണ് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെസ് ഗ്ലോ സിറം. ഓക്കെ, ഈ ഒരു സിറത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ടീനേജേഴ്സിനൊക്കെ
സ്കിന്നിന് ജസ്റ്റ് ഒരു ഗ്ലോ വേണം, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് സ്കിൻ ആ ഒരു ബ്രൈറ്റ്നെസ് കാണണം, ആ ഗ്ലോ കാണണം, ആ ഒരു ഡൾനെസ് ഇല്ലാണ്ടാവണം എന്നതാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറം റാപ്പിഡ് റിസൾട്ടാണ്, പെട്ടെന്ന് ക്വിക്ക് റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നതിലൂടെ. ആൻഡ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റർ സ്കിന്ന് കാണാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു വിറ്റാമിൻ സി സിറം അല്ലെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുന്ന രീതിയിലുള്ള സിറം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് നീഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേ ടൈമിലാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ ടോപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകണ്ട. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു സിറം നോർമൽ ടു കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ഈ ഒരു സിറം ഓയിലി സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. എസ്പെഷ്യലി ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ പോവുക ഈ ഒരു സിറം ആയിരിക്കും. ഇതിനൊരു കൺസിസ്റ്റൻസി പെട്ടെന്ന് ക്വിക്കായിട്ട് അബ്സോർബ് ആവുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. മറന്നുപോകേണ്ട, ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് പേര്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എളുപ്പത്തിൽ ഷോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ലിങ്കും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മേലെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റും ആമസോണിലുള്ള പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റും കൂടി ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പം ഹാപ്പി ഷോപ്പിംഗ്. നമുക്ക് പിൽഗ്രിമിൻ്റെ സിറം അപ്ലൈ ചെയ്യാം. അത്രയും മതി, ഒരു 2 പമ്പ് മതി. 2 പമ്പല്ല, 2 ഡ്രോപ്പ് മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കഴുത്ത് മറന്നു പോകരുത് കേട്ടോ. എന്ത് സ്കിൻ കെയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കഴുത്തിനെയും കൂടെ വിട്ടു പോവാണ്ട്, നമ്മളെ ഏറ്റവും പെട്ടെന്ന് ചുളിവ് കാര്യങ്ങളൊക്കെ വരികയും നമ്മളെ കഴുത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്ത് മസ്റ്റായിട്ടും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് നമ്മളെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിപ്പോയി. സ്കിന്നിന് ഇപ്പോൾ തന്നെ നല്ല ഹെൽത്തി ഫീൽ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നൈറ്റ് കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്. കാരണം നമ്മൾ ആ ഹെൽത്തി ലുക്കിംഗ് ഗ്ലാസ് ലുക്കിംഗ് സ്കിന്നൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഡേ ടൈമിലാണ്. ഡേ ടൈമിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഞാൻ കറണ്ട് എൻ്റെ ഒരു ഒബ്സഷൻ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത്. ഡെർമോക്കോൻ്റെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാജൽ. ഇതിന് ഒരു രീതിയിലുള്ള വൈറ്റ് കാസ്റ്റും ഇല്ല, ഒരു രീതിയിലുള്ള നമ്മൾ സൺസ്ക്രീൻ ഇട്ടതായിട്ടുള്ള ആ ഒരു ഹെവിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഒരു 3 പമ്പ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടില്ലേ, ഞാൻ ഇത്രയും പ്രോഡക്റ്റ് എടുത്തിട്ട് പോലും ഒട്ടും നമുക്ക് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്കിന്നിലില്ല. നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പല ആളുകളും വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. ഞാൻ അതിലൊരാളാണ് കേട്ടോ. എനിക്ക് ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ അതാണ് നിങ്ങളുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൺസ്ക്രീന് അടിപൊളി ചോയ്സാണ്. കൂടാതെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ ഉണ്ടല്ലോ. വേറെ മേക്കപ്പ് ഒന്നും ഇടാണ്ട് പുറത്ത് പോകാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് സൺസ്ക്രീൻ. ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു മോയ്സ്ചറൈസർ ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള രീതി. പക്ഷേ ഞാൻ സൺസ്ക്രീന് മാത്രമായിട്ട് ഇടാറുണ്ട് കേട്ടോ ഡേ ടൈമിൽ. ഇനി നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സൺസ്ക്രീൻ എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു സാധനത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസർ ആണ്. നല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യേണ്ടത്. റീക്വലിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ രാത്രിയാണ് സ്കിൻ കെയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീനിൻ്റെ സ്ഥാനത്തേക്ക് ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഡേ ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ സൺസ്ക്രീൻ ടോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഞാൻ ഡയറക്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിന് തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങളൊരു പ്രോഡക്റ്റ് എടുത്ത് മാറ്റിയാൽ നിങ്ങളുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ ആവും. ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്താൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആവും. അത് നമ്മളെ സൺസ്ക്രീൻ ആണ്. ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആവും. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നൈറ്റ് ടൈം സ്കിൻ കെയർ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടി കാര്യങ്ങളേ ഉള്ളൂ നമ്മളെ PM ആൻഡ് AM റുട്ടീനിലുള്ളത് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന സമയത്ത് കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പിഗ്മെൻ്റ് ഉള്ള ലിപ് ബാം നമ്മളെ ചുണ്ടിൻ്റെ നിറം മാറും. കുറച്ചും കൂടി നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ
അതുകൊണ്ട് തന്നെ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് നൈറ്റ് ടൈമുള്ള സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾ കളറില്ലാത്ത ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പോയി നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾ കളറില്ലാത്തൊരു ലിപ് ബാം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ആമസോൺ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആമസോണിൽ അമേസിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇതല്ല വേറെ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാർട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു ബെസ്റ്റ് ടൈമാണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇപ്പോൾ ഈ ഡിസ്കൗണ്ട്സിൽ ആ പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്തത് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.